ന്യൂട്രോൺസ്. ന്യൂട്രോൺ. ഓക്കെ, നമുക്ക് ആദ്യം തൊട്ട് അതായത് നമ്മൾ ആറ്റംസ് പറഞ്ഞുകൊണ്ടൊന്ന് റിവൈസ് ചെയ്യാം. അതായത് ഫസ്റ്റ് ആദ്യമായിട്ട് ആറ്റത്തിനെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞതാരാണ്? മീൻസ് ആറ്റത്തിൻ്റെ അകത്തു നിന്നുള്ള ഈ ജെ തോമസൺ എന്ത് ചെയ്തു? ആദ്യം ഈ കുറേ ആറ്റംസ് അല്ലെങ്കിൽ കുറേ എലമെൻസിനെ എടുത്ത് പഠിച്ചു. എന്നിട്ട് അതിൻ്റെ അകത്ത് എല്ലാം കോമൺ ആയിട്ട് ആരുണ്ടെന്ന് പറഞ്ഞു? ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് പറഞ്ഞതാണ്. ഫസ്റ്റ് ആദ്യം കണ്ടുപിടിക്കുന്നത് ഇലക്ട്രോണുകളാണ്. ആക്ച്വലി ഈ ഇലക്ട്രോണുകളുടെ മാസും ചാർജ് കണ്ടുപിടിക്കുന്നത് ഡയറക്റ്റ് കണ്ടുപിടിക്കുന്നതല്ല, അത് E/M റേഷ്യോ എടുത്തൊക്കെ കണ്ടുപിടിക്കുന്നത്. അതാണ് നിങ്ങൾ കഴിഞ്ഞ വർഷം കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവേണ്ടതാണ്. ആദ്യം ഇലക്ട്രോണിൻ്റെ ചാർജ് അല്ല കണ്ടുപിടിക്കുന്നത്, E/M റേഷ്യോ, അതായത് ഇലക്ട്രോണിൻ്റെ ചാർജും ബൈ മാസ് റേഷ്യോ ഒക്കെയാണ് ആദ്യം കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ജെ തോംസൺ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നു. ആ ഇലക്ട്രോൺ കണ്ടുപിടിച്ചതിൻ്റെ കൂടെ തന്നെ പുള്ളി എന്ത് പറയുന്നു? ആറ്റം എന്നൊരു സാധനം, അതിൻ്റെ അകത്ത് ഇലക്ട്രോൺ ഉണ്ട്, അതിൻ്റെ അകത്ത് പ്രോട്ടോൺ ന്യൂട്രലാണ്, സോ അതിൻ്റെ അകത്ത് പ്രോട്ടോൺ ഉണ്ടാവണം. അങ്ങനെ ഒരു മോഡൽ പറഞ്ഞു. മറ്റേ പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർ മെലൺ മോഡൽ പുള്ളി ആദ്യം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആറ്റത്തിനെ കുറിച്ച് ഒരു റഫ് ഐഡിയ ആദ്യം പറഞ്ഞു. പക്ഷേ അത് തെറ്റാണെന്ന് ആര് പറഞ്ഞു? അത് റുദർഫോർഡ് നേരെ പറഞ്ഞു അത് തെറ്റാണ്, അതങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് റുദർഫോർഡിൻ്റെ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് കൊണ്ടുവന്നു അല്ലേ. അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ചു അല്ലേ. ഒരു ആറ്റത്തിലെ കൂടുതൽ ഭാഗവും എം ടി ആണ്, ന്യൂക്ലിയസിൻ്റെ സൈസ് ഭയങ്കര ചെറുതാണ്, പിന്നെ ന്യൂക്ലിയസിൻ്റെ അപ്രോക്സിമേറ്റ് സൈസ് ഒരു 10⁻15 to 10⁻14 മീറ്റർ ആണ് എന്നൊക്കെ ഈ ആൽഫ പാർട്ടിക്കൽ എക്സ്പെരിമെൻറ്റിൽ നിന്നാണ് കണ്ടുപിടിച്ചത് അല്ലേ. ഈ സൈസ് കണ്ടുപിടിച്ചത് ആക്ച്വലി മറ്റേ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സാധനം പിടിച്ചിട്ടുണ്ട്, R0. അതിൽ നിന്നാണ് ഈ സൈസിലേക്ക് അവരെത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസ് എന്നൊരു ഫാക്ടർ, ന്യൂക്ലിയസ് എന്നൊരു പുതിയൊരു ആശയം കൊണ്ടുവന്നത് ആരാണ്? റുദർഫോർഡാണ്. അപ്പോൾ ഫസ്റ്റ് ഉണ്ടായിരുന്ന എന്ത് മാത്രമാണ്? ഫസ്റ്റ് ഉണ്ടായിരുന്ന ആറ്റവും ഇലക്ട്രോണും മാത്രമാണ്. ഇലക്ട്രോണും പിന്നെ പോസിറ്റീവായിട്ട് എന്തോ ഒരു സാധനം ഉണ്ടെന്ന് മാത്രമായിരുന്നു ആദ്യം അറിയായിരുന്നു. അവിടുന്ന് നമ്മൾ റുദർഫോർഡിലേക്ക് വന്നപ്പോഴേക്കും അവിടെ ന്യൂക്ലിയസ് എന്നൊരാൾ കൂടി ഉണ്ടെന്ന് മനസ്സിലായി. ആറ്റത്തിൽ കുറേ സ്പേസ് എം ഡി ആണെന്ന് മനസ്സിലായി. ആ ന്യൂക്ലിയസിൻ്റെ സൈസും അല്ലേ, അപ്രോക്സിമേറ്റ് സൈസും എത്രയൊക്കെയാണെന്ന് എവിടുന്ന് പറഞ്ഞു? ഈ റുദർഫോർഡിൻ്റെ അറ്റോമിക് മോഡലിൽ നിന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ബോർ മോഡൽ വന്നു അല്ലേ. ബോർ മോഡൽ വന്നു കഴിഞ്ഞിട്ടാണ് സർക്കുലാർ ഓർബിറ്റിലേക്കല്ല, അതായത് സൂര്യന് ചുറ്റിനും നമ്മുടെ പ്ലാനറ്റ്സ് കിടന്ന് കറങ്ങുന്നത് പോലെ അല്ല ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റിനും കിടന്ന് കറങ്ങുന്നത് എന്ന് ബോർ മോഡലിൽ ആണ് പറഞ്ഞത്. അല്ല, ആക്ച്വലി റുദർഫോർഡ് മോഡലിൻ്റെ വലിയൊരു ഡീമെറിറ്റ് എന്തായിരുന്നു? ഈ പ്ലാനറ്ററി മോഡലായിട്ടാണ് ആറ്റത്തിനെ ഉപമിച്ചത്. അതൊരു വലിയൊരു ഡീമെറിറ്റായിരുന്നു അല്ലേ. നമ്മളിതിനൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, എന്തുകൊണ്ട് പ്ലാനറ്റ്സ് സൂര്യന് ചുറ്റും കറങ്ങുന്ന പോലെ ന്യൂക്ലിയസിന് ചുറ്റും കടന്ന് ഈ ഇലക്ട്രോൺസ് കറങ്ങില്ല, സർക്കുലാർ ഓർബിറ്റിൽ എന്തുകൊണ്ട് കറങ്ങുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? സർക്കുലാർ ഓർബിറ്റിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ കിടന്ന് കറങ്ങി കഴിഞ്ഞാൽ അവരിൽ നിന്ന് പുറത്തേക്ക് എന്ത് വരും? എനർജി വരും. അങ്ങനെ എനർജി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് കുറഞ്ഞ് അത് ന്യൂക്ലിയസിൽ വന്നിടിക്കും. ഇലക്ട്രോൺ. അങ്ങനെ ആറ്റം നശിച്ചു പോകും. അങ്ങനെയാണ് നമ്മൾ എന്തിൻ്റെ കേസിൽ പറഞ്ഞത്? നമ്മൾ ഈ റുദർഫോർഡിൻ്റെ ഒരു വലിയൊരു ഡീമെറിറ്റ് ആയിട്ട് പറഞ്ഞ അതായിരുന്നു അല്ലേ. അത് കഴിഞ്ഞിട്ടാണ് ബോർ മോഡലിലേക്ക് എത്തിയപ്പോഴേക്കും മറ്റേ ആംഗുലാർ മൊമെൻറ്റം വെച്ചിട്ടാണ് ഇതിൻ്റെ അല്ലെ ആ സർക്കുലർ ഓർബിറ്റിൻ്റെ ഒരു ആംഗുലാർ മൊമെൻറ്റം പ്രെഡിക്റ്റ് ചെയ്ത് h/2π ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് h/2π ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അപ്പോഴും സ്റ്റിൽ എവിടം വരെ എത്തിയിട്ടുള്ളൂ? ന്യൂക്ലിയസ് വരെ എത്തി അല്ലേ. ന്യൂക്ലിയസിൻ്റെ അകത്ത് പോസിറ്റീവ് ചാർജ് ഉള്ളത് വരെ എത്തി അല്ലേ. നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസ് പുറത്താണെന്നും എത്തി. അവിടെയും നമ്മൾ എന്തിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല? ന്യൂട്രോൺസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇപ്പം നമുക്ക് ന്യൂട്രോൺസിനെ കുറിച്ച് അറിയാം, പക്ഷേ ആ ന്യൂട്രോൺ കണ്ടുപിടിച്ചതിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഓക്കെ, ന്യൂട്രോൺ കണ്ടുപിടിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? 1H1 1H2 അതേപോലെ 1H3 ഇങ്ങനെ 3 പേരെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. 1H1ൻ്റെ പേര് എന്തായിരുന്നു? പ്രോട്ടിയം അല്ലേ. പ്രോട്ടിയം അല്ലെങ്കിൽ നമ്മളിതിനെ സിംപ്ലി പ്രോട്ടോൺ എന്ന് വിളിക്കാറുണ്ട്, ഹൈഡ്രജൻ എന്നും പറയാറുണ്ട്. ഓക്കെ, ഈ 1H1ൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ എത്ര പ്രോട്ടോൺ ഉണ്ട്, എത്ര ഇലക്ട്രോൺ ഉണ്ട്, എത്ര ന്യൂട്രോൺ ഉണ്ട് പറയാമോ? 1H1 എന്ന് പറയുമ്പോൾ തന്നെ 1H1 ഇതെന്ന് പറയുമ്പോഴേക്ക് അറ്റോമിക് നമ്പറാണ് അല്ലേ. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ പ്രോട്ടോണിൻ്റെ എണ്ണം 1 ആണ് അല്ലേ. ന്യൂട്രൽ ആകുമ്പോഴേക്കും ഇലക്ട്രോണിൻ്റെ എണ്ണം എത്ര തന്നെ ആയിരിക്കും? 1 ആയിരിക്കും അല്ലേ. ഇവിടെ ന്യൂട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 0 ആണ്. കാരണം എന്താ? ഇവിടെ 1H1 ആണ്. 1H1 എന്ന് പറയുമ്പോഴേക്കും ഇവിടെ ഈ ഇതെന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും കൂടെ എണ്ണമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര പ്രോട്ടോൺ ഉണ്ട് അത്രയും തന്നെ ഇവിടെയും ഈ നമ്പർ വന്നിട്ടുള്ളൂ. അപ്പോൾ പ്രോട്ടോണും എത്ര തന്നെയാണ്? 1 തന്നെയാണ്. അപ്പോൾ 1H1 പറഞ്ഞപ്പോഴേക്കും അവിടെ പ്രോട്ടോണിൻ്റെ എണ്ണം 1, ഇലക്ട്രോണിൻ്റെ എണ്ണം 1, ന്യൂട്രോണിൻ്റെ എണ്ണം 0 ആണ്. ഇനി ഈ രണ്ടാമത്തതിൻ്റെ പേരെന്താ? 1H2
അവൻ്റെ പേര് ഡ്യൂറ്റീരിയം എന്നാണ്. ഡ്യൂറ്റീരിയം എന്ന് വിളിക്കും. ഈ ഡ്യൂറ്റീരിയം എന്ന് വിളിക്കുമ്പോഴേക്കും അവൻ്റെയും 1h1 തന്നെയല്ലേ. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാണ്? 1 ആണ് അല്ലേ. ഇലക്ട്രോണിൻ്റെ എണ്ണവും നമുക്ക് 1 ആയിട്ട് തന്നെ എടുക്കാം അല്ലേ. അത് എന്തായിട്ട് പറയുമ്പോഴേക്കും ന്യൂട്രലായിട്ട് പറയുമ്പോഴേക്കും ന്യൂട്രോണിൻ്റെ എണ്ണമോ അവിടെ ന്യൂട്രോണിൻ്റെ എണ്ണം അത് 1 വന്നു. കാരണം എന്താണ്? ഇവിടുത്തെ വെയിറ്റ് 2 ആണ് അല്ലേ. 2 AMU ആണ്. കാരണം അപ്പോൾ 2 AMU വരുമ്പോഴേക്കും ഇവിടെ എന്താണ്? ഇവിടെ ഒരാൾ മാത്രം പോരാ, വേറൊരാളൂടെ ഉണ്ട്. അങ്ങനെ വന്നപ്പോഴേക്കാണ് ഇവിടെ വരുമ്പോഴേക്കും പ്രോട്ടോണിൻ്റെ എണ്ണം 1, ഇലക്ട്രോണിൻ്റെ എണ്ണം 1, ന്യൂട്രോണിൻ്റെ എണ്ണം എത്ര വന്നു? 2 വന്നു. ഇവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രിഷ്യം എന്ന് വിളിക്കും. ട്രിഷ്യം. ഓക്കെ, ഐസോട്ടോപ്സ് ഓഫ് ഹൈഡ്രജൻ, അതിലേക്ക് നമുക്ക് എത്താം. ട്രിഷ്യം എന്ന് വിളിക്കും. ഇവൻ റേഡിയോ ആക്റ്റീവ് ഒക്കെയാണ് കേട്ടോ, അത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടുന്നാണ് ആക്ച്വലി ഈ ന്യൂട്രോണിൻ്റെ കണ്ടുപിടുത്തം നടക്കുന്നത്. ഓക്കെ, ന്യൂട്രോണിൻ്റെ കണ്ടുപിടുത്തം നടക്കുന്നത് ശ്രദ്ധിച്ചോണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പം നമ്മൾ പറയുന്നു ഒരു ന്യൂക്ലിയസ് എടുത്ത് കഴിയുമ്പോഴേക്കും, ഒരു ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ന്യൂക്ലിയസിനകത്ത് ആരുണ്ടെന്ന് മാത്രമേ അറിയാവുള്ളൂ? പ്രോട്ടോൺ ഉണ്ടെന്ന് മാത്രമേ അറിയാവുള്ളൂ അല്ലേ. അപ്പോൾ ഞാനിവിടെ നേരത്തെ എടുത്ത പോലെ തന്നെ ഈ 1h1, 1h2, 1h3 ഇവർ 3 പേരെ എടുക്കുവാണ്. ഓക്കെ, ഇവർ 3 പേരെ എടുക്കുന്നു. ഇവർ 3 പേര് എടുത്തപ്പോഴേക്കും അപ്പോൾ ഞാനിവിടെ ഒന്നുകൂടെ എഴുതാം. 1h2 ആണിത്, 1h1, 1h3 ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇത് 3 ആര് തന്നെയാണ്? ഹൈഡ്രജൻ തന്നെയാണ്. 3 ആര് തന്നെയാണ്? ഹൈഡ്രജൻ തന്നെയാണ്. അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുമ്പോഴേക്ക് അറ്റോമിക് നമ്പർ 1 ആണ്. അറ്റോമിക് നമ്പർ 1 എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ എണ്ണം 1 ആണ് അല്ലേ. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ അകത്ത് ഒരു പ്രോട്ടോൺ അല്ലേ. അപ്പോൾ ഹൈഡ്രജൻ 1h1 ആയിക്കോട്ടെ, 1h2 ആയിക്കോട്ടെ, 1h3 ആയിക്കോട്ടെ, ഇവരുടെ 3 പേരുടെയും അറ്റോമിക് നമ്പർ 1 ആണ്. അതായത് ന്യൂക്ലിയസിൻ്റെ അകത്ത് ഒരു പ്രോട്ടോണേ കാണാവുള്ളൂ അല്ലേ, ഒരു പ്രോട്ടോണേ ഉള്ളൂ അല്ലേ. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ആരെക്കുറിച്ച് അറിയത്തില്ല, ന്യൂക്ലിയസിനെ കുറിച്ച് അറിയത്തില്ല. ആകെപ്പാട് അറിയാവുന്ന ആരെക്കുറിച്ചാണ്? പ്രോട്ടോണിനെ കുറിച്ചും ഇലക്ട്രോണിനെ കുറിച്ചും മാത്രമാണ് അറിയാവുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ ഈ ആറ്റത്തിനെ വേ ചെയ്ത് നോക്കി. അതായത് ഈ 3 പേര് എന്ന് പറയുമ്പോഴേക്കും ഇവർക്ക് 3 പേർക്കും 3 കൈൻഡ് ഓഫ് പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, ഹൈഡ്രജൻ തന്നെയാണ് എല്ലാവരും, പക്ഷേ ഇവർ 3 പേരും എന്താണ്? 3 പ്രോപ്പർട്ടീസ് ആണ്. ഇപ്പോൾ ഈ ട്രിപ്പിൾസ് ഒക്കെ ഉണ്ടാവില്ല, ട്വിൻസ് ഉണ്ടാവും, ട്രിപ്പിൾസ് ഒക്കെ ഉണ്ടാവത്തില്ല. അപ്പോൾ ട്രിപ്പിൾസ് ഉണ്ടാകുമ്പോൾ ഇവർക്ക് 3 പേരും ഒരേ സമയത്ത് ഉണ്ടായ ആൾക്കാരൊക്കെ ആയിരിക്കും, പക്ഷേ ഇവർക്ക് 3 പേർക്കും 3 സ്വഭാവമാണ്. കാരണം എന്താണ്? ഇവരുടെ ബ്രെയിനിലുള്ള ഇതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ വെച്ചിട്ട്. അതേപോലെ തന്നെ ഇവരും ഒരേ ആൾ തന്നെയാണ്, പക്ഷേ ഇവരെന്താണ്? ഇവർക്ക് 3 പേർക്കും 3 ക്യാരക്ടേഴ്സാണ്, 3 ഫിസിക്കൽ ക്യാരക്ടേഴ്സൊക്കെയാണ്. ഞാൻ പറഞ്ഞ പോലെ ഇവൻ ആരാ? ഇവൻ റേഡിയോ ആക്റ്റീവ് ആണെന്ന് പറഞ്ഞില്ലേ, ഇവൻ സാധാരണ ഹൈഡ്രജനാണ്. അപ്പോൾ ഇവർ 3 സ്വഭാവമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരെ നമുക്കറിയാം 3 പേരും 3 സ്വഭാവമുള്ള ആൾക്കാരാണ്. ഇവരൊന്ന് ചെയ്ത് നോക്കി, വെയിറ്റ് എടുത്ത് നോക്കി. ഓക്കെ, വെയിറ്റ് എടുത്ത് നോക്കുമ്പോഴേക്കും സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. നമുക്ക് ആരെക്കുറിച്ച് അറിയത്തില്ല? ന്യൂട്രോണിനെ കുറിച്ച് അറിയത്തില്ല. ശ്രദ്ധിച്ചോണം, കണക്ട് ചെയ്തോണം. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ അറിയാവുന്നത് ന്യൂട്രോണിനെ കുറിച്ച് അറിയത്തില്ലല്ലോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ഒരു പ്രോട്ടോൺ, ഒരു ഇലക്ട്രോൺ അല്ലേ. ഇവിടെയും ഒരു പ്രോട്ടോൺ, ഒരു ഇലക്ട്രോൺ, ഇവിടെയും ഒരു പ്രോട്ടോൺ, ഒരു ഇലക്ട്രോൺ, അങ്ങനെയല്ലേ വരേണ്ടത് അല്ലേ. അങ്ങനെ വരുമ്പോഴേക്കും ഇവർ 3 ഉള്ള ആൾക്കാർ സെയിം അല്ലേ. അപ്പോൾ ഇവർ എല്ലാവരുടെയും മാസ് സെയിം വരണ്ടേ അല്ലേ. ഇവർ നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും ഇവരുടെ എല്ലാവരുടെയും മാസ് സെയിം വരണം. അപ്പോൾ ഇവർ 3 ആൾക്കാരാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവർ ചുമ്മാ എടുത്ത് വെയിറ്റ് എടുത്ത് നോക്കിയതാണ്. അപ്പോൾ ഇവരെല്ലാവരും ഹൈഡ്രജൻ്റെ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇവർക്ക് എല്ലാവർക്കും സെയിം മാസ് വരേണ്ടതായിരുന്നു. പക്ഷേ വെയിറ്റ് നോക്കിയപ്പോഴേക്കും ഇവരുടെ മാസ് സെയിം അല്ല. എന്താ? ഒരാളുടെ മാസ് 1, 2, 3, അതായത് 1:2:3 ആയിട്ടാണ് ഇവരുടെ മാസ് വരുന്നത്. അത് ഒരാളുടെ മാസ് 1 ആണെങ്കിൽ മറ്റേ ആളുടെ മാസ് 2 ആണ്, അടുത്ത ആളുടെ മാസ് 3 ആണ്. മനസ്സിലായി? അപ്പോൾ കൺഫ്യൂഷനായി. കാരണം എന്താ? ഇവരിലുള്ളത് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ആയിരിക്കണ്ടേ. അങ്ങനെ വരുമ്പോഴേക്കും സെയിം കോൺസ്റ്റന്റ് വരുമ്പോഴേക്കും സെയിം മാസ് വരേണ്ടതല്ലേ എന്നാണ് ചോദ്യം വന്നത്. പക്ഷേ സെയിം മാസ് വന്നില്ല. ഇപ്പോൾ മനസ്സിലായി ഇവിടെ എന്താണ്? ഇവിടെ പ്രോട്ടോണിന് പുറമെ ന്യൂക്ലിയസിൻ്റെ അകത്ത് ആരോ ഒരാൾ കൂടെ ഉണ്ട് എന്ന് മനസ്സിലായി. അത് ഇയാൾക്കില്ല, ഇയാൾക്ക് 1 ഉണ്ടെന്നും ഇയാൾക്കത് 2 ഉണ്ടെന്നും മനസ്സിലായി. അങ്ങനെയാണ് ന്യൂട്രോൺ എന്നൊരു എന്തിലേക്ക് എത്തുന്നത്? ഒരു ആശയത്തിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ട് ന്യൂട്രോൺ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ചാർജ് നോക്കുമ്പോഴേക്കും എന്താ? പ്രോട്ടോണും ഇലക്ട്രോണും ഉള്ളപ്പോഴേക്കും ചാർജ് ന്യൂട്രലാണ്. ചാർജ് ഉണ്ട്. ഇവരെല്ലാം തന്നെ എന്താ? സെയിം ചാർജാണ്. ചാർജിൽ വ്യത്യാസം വരുന്നില്ല. ഇപ്പോൾ ചാർജ് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ പ്രോട്ടോണോ അല്ലെങ്കിൽ ചാർജുള്ള വേറെ എന്തെങ്കിലും സാധനമാണോ എന്നൊന്ന് പറയാം. പക്ഷേ ഇവർക്ക് സെയിം മാസ് എന്ത് വന്നു? സെയിം പ്രോട്ടോണിൻ്റെ എണ്ണം തന്നെയാണ് വന്നത്, ചാർജിലൊന്നും വ്യത്യാസം വന്നില്ല. അപ്പോൾ പറഞ്ഞു മാസിൽ മാത്രമാണ് വ്യത്യാസം വന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ന്യൂട്രോണിനെ നമ്മൾ മാസ് ഉള്ളതും ചാർജ് ഇല്ലാത്തതും എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ എന്താ സംഭവം? ഇപ്പോൾ ഹൈഡ്രജൻ്റെ കേസ് എടുക്കുമ്പോഴേക്കും ഇവർക്ക് എല്ലാവർക്കും സെയിം ചാർജ് തന്നെയാണ്, ചാർജിൽ വ്യത്യാസമില്ല. ആർക്കൊക്കെ? പ്രോട്ടോൺ ആയിക്കോട്ടെ, ന്യൂട്രോൺ ആയിക്കോട്ടെ, അതേപോലെ ട്രിഷ്യം ആയിക്കോട്ടെ, ഇവർക്ക് 3 പേർക്കും സെയിം ചാർജാണ്. ഓക്കെ, പക്ഷേ മാസ് എന്താണ്? വ്യത്യാസമാണ്. ഇവനിൽ നിന്ന് 1 കൂടുതൽ, പിന്നെ 1 കൂടുതൽ, അങ്ങനെയാണ് മാസ് വരുന്നത്. അങ്ങനെയാണ് പ്രോട്ടോൺ കൂടാതെ ഈ ന്യൂക്ലിയസിൻ്റെ അകത്ത് ആരുണ്ടെന്ന് പറയുന്നത്? ഒരാൾ കൂടി ഉണ്ടെന്ന് പറയുന്നത്. അത് ന്യൂട്രോൺ ആണെന്ന് പറയുന്നു. ന്യൂട്രോൺ എന്ന് പേര് പറയാൻ കാരണം അവൻ ന്യൂട്രലാണ്, കാരണം ഇവിടെ ചാർജിന് വ്യത്യാസമില്ല. പക്ഷേ അവൻ എന്തുണ്ട്? മാസ് ഉണ്ട്. അത് ഓൾമോസ്റ്റ് ഈക്വൽ ടു എന്തായിട്ട് തന്നെ നമുക്ക് പറയാം? ഓൾമോസ്റ്റ് ഈക്വൽ ടു മാസ് ഓഫ് പ്രോട്ടോൺ ആയിട്ട് തന്നെ പറയാം. പക്ഷേ എന്നാലും സ്ലൈറ്റ്ലി ഹയർ ആണ് ആരെക്കാളും? പ്രോട്ടോണിനെ കാട്ടി. ഓക്കെ, അതാണ് 1.00866 U എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ
ഇത്രയും കിലോഗ്രാം എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ന്യൂട്രോൺ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായി? ഹൈഡ്രജൻ എടുത്ത് വെയിറ്റ് ചെയ്ത് നോക്കി ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ എടുത്ത് വെയിറ്റ് ചെയ്ത് നോക്കി. അങ്ങനെ എടുത്തപ്പോഴേക്കും എന്താ, സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്, അപ്പോൾ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസും ആണ്. അങ്ങനെ വരുമ്പോഴേക്കും ഇവർക്ക് 3 പേർക്കും ഒരേ വെയിറ്റ് മാസ് വരേണ്ടതാണ്. പക്ഷെ അങ്ങനെ വന്നില്ല. അപ്പോൾ ഒരാളെക്കാൾ മറ്റേ ആൾക്ക് എന്തോ ഒരു മാസ് കൂടുതലുണ്ട്. അതിന് കാരണക്കാർ ചാർജിന് വ്യത്യാസവുമില്ല. അപ്പോൾ അതിന് കാരണക്കാരനായ ആളെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ന്യൂട്രോണുകളെന്ന് വിളിച്ചു. ഓക്കെ, ന്യൂട്രോണുകളെന്ന് വിളിച്ചു. അങ്ങനെ ന്യൂട്രോണിൻ്റെ ഡിസ്കവറി നടക്കുന്നത്. മനസ്സിലായോ? ഇത് ജെയിംസ് ചാഡ്വിക്കാണ് ഈ സാധനം കണ്ടുപിടിക്കുന്നത്. പുള്ളിക്കാരന് ഇതിൻ്റെ പേരിൽ എന്തൊക്കെ കിട്ടി? നോബൽ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ന്യൂട്രോണിൻ്റെ കഥ. ഇനി ഇവിടുന്നാണ് നമ്മൾ ആക്ച്വലി അറ്റോമിക് നമ്പർ, മാസ് നമ്പറൊക്കെ പറയേണ്ടത്. നമ്മൾ ആദ്യമേ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇസർ എന്ന് പറഞ്ഞാൽ എന്താ? അറ്റോമിക് നമ്പറാണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. ആൻഡ് എൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എ എന്ന് പറയുമ്പോഴേക്കും എന്താണ്? മാസ് നമ്പർ. അത് എങ്ങനെ എടുക്കാം? ഇസഡ് പ്ലസ് എൻ എന്ന് പറഞ്ഞിട്ട് എടുക്കാം. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അതായത് മാസ് നമ്പർ ഇസഡ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പറാണ്, വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ നമുക്ക് ഈ പറയുന്നത് ഇതൊരു ഗോൾഡിൻ്റെ എക്സാമ്പിൾ അവർ പറഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ന്യൂട്രോണിൻ്റെ കണ്ടുപിടുത്തം എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ജസ്റ്റ് എഴുതിയെടുത്തു.